കഴിഞ്ഞ ദിവസം നമ്മൾ താമസിച്ചത് ഇവിടെ ഒരു കടയാണ് കേട്ടോ, അതിൻ്റെ ഉള്ളിലാണ്. അങ്ങനെ നമ്മൾ രാവിലെ എണീച്ചപ്പോൾ അവർ നമുക്ക് ഫുഡ് കാര്യങ്ങൾ കൊണ്ടുവന്നു തന്നിട്ട് നല്ല ചൂട് ഫ്രൈഡ് റൈസ് ഒക്കെയാണ്. അങ്ങനെ അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ പോണത് ബൊംഡിലയിലേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പോകണമെങ്കിൽ നമ്മുടെ ദീദിയുടെ കട എത്തിയിട്ടാ. അവിടെ എത്തിയപ്പോൾ ദീദി നമുക്ക് ചായയൊക്കെ തന്നു. ഇത് ദീദിയുടെ ഹസ്ബൻഡാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടപ്പോൾ കൊച്ചിനെയൊക്കെ ആയിട്ട് വന്നിട്ടാ. ഇത് ദീദിയുടെ മോളുടെ കൊച്ചാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല ചൂട് മാഗിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടാ. അവിടെ ദീദിയുടെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ കാണുന്നതാണ് നമ്മുടെ ദീദി. അങ്ങനെ അതൊക്കെ കഴിച്ച് അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണേട്ടാ. പോണ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് കയറാനുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കയറുന്ന വഴിക്ക് ഒരാൾ നമുക്ക് റെഡ് ബുൾ കൊണ്ടുവന്ന് തന്നിട്ടാ. കുറച്ച് എനർജി ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് തന്നാട്ടാ. അങ്ങനെ അതൊക്കെ കുടിച്ച് നമ്മൾ വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്ത് അപ്പോഴത്തേക്ക് ഒരു മിറർ കിട്ടിയേട്ടാ. അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ ടൈമിലാണ് ഇവരെ കണ്ടുകൂട്ടിയേട്ടാ. ഇത് മലയാളികളാണ് കേട്ടോ. ഇവരെ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷമായി. കാരണം നമ്മുടെ മലയാളികളെ എവിടെ വെച്ച് കണ്ടാലും വല്ലാത്തൊരു ഫീൽ തന്നെ കേട്ടോ. അങ്ങനെ നമ്മൾ പോകണേക്ക് ഒരു കാഴ്ചയുണ്ട്. ഈ ഒരു മലനിരകളുടെ താഴത്തായിട്ട് ഒരു വീട് പണിയുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാഴ്ചയാണ് ഈ കണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മേളിലൊക്കെ ഇങ്ങനെ കോട വന്നു തുടങ്ങി കേട്ടോ. നല്ല തണുപ്പുണ്ട്. അങ്ങനെ നമ്മൾ ബൊംഡിലയിൽ എത്തിയേട്ടാ. ഈ കാണുന്നത് ഒരു മാർക്കറ്റാണ്. ഇവിടെയാണ് ടൂറിസ്റ്റുകൾ വന്ന് വണ്ടി നിർത്തിയ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകണേട്ടാ. അങ്ങനെ നമ്മൾ രാത്രിയായ ടൈമിൽ നമുക്ക് ഇവിടെ ഒരു കട കിട്ടി. വെൽഡ് ചെയ്യാനുണ്ട് നമ്മുടെ സൈക്കിളിലെ ക്യാരിയർ. ഇവർ ശരിക്കും കട അടച്ച് പോകാൻ വേണ്ടി ഇരിക്കണേട്ടാ. ഇവരുടെ കയ്യിൽ ഗ്യാസ് വെൽഡിങ് ഉണ്ട്. ഗ്യാസ് വെൽഡ് ചെയ്താൽ മാത്രമേ ശരിയാവുള്ളൂ. അങ്ങനെ അവർ നമുക്ക് വേണ്ടി അതെല്ലാം സെറ്റാക്കി തന്നിട്ട് നമ്മുടെ ഇന്ന് പൈസയും കാര്യങ്ങളൊന്നും മേടിച്ചില്ല കേട്ടോ പാവങ്ങൾ. അങ്ങനെ അവരോടൊക്കെ നന്ദിയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേക്ക് നമുക്കൊരു ചർച്ച് കിട്ടിയേട്ടാ. ഇന്നത്തെ താമസം നമ്മൾ ഈ ഒരു ചർച്ചിലാണ്. ക്രിസ്മസിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഫുള്ള് അലങ്കരിച്ചേക്കണേട്ടാ. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു നല്ല റൂമൊക്കെ കിട്ടിയേട്ടാ ഇവിടെ.